രാജ്യത്ത് എൻ ഡി എ സഖ്യവും ഇന്ത്യ മുന്നണിയും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. എൻ ഡി എക്കാണ് ഇപ്പോൾ മുൻതൂക്കമുള്ളത്. സർക്കാർ ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. തത്സമയ വിവരങ്ങളുമായി സെൻട്രൽ ഡെസ്കിൽ നിന്നും ഫിജി തോമസ് ആണ് ഇപ്പോൾ ചേരുന്നത്. ഫിജി, ഏറ്റവും ഒടുവിൽ രാജ്യത്തെ ഒരു സ്ഥിതി. ലിബീഷ്, രാജ്യം ഇപ്പോഴും ഒരു മുൾമുനയിൽ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ ഒരർത്ഥത്തിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം എൻ ഡി എ ഇപ്പോൾ 299 എന്ന സീറ്റ് നിലയിൽ നിൽക്കുന്നു. ഇന്ത്യ മുന്നണി 224 എന്നതിൽ നിൽക്കുകയാണ്. മറ്റുള്ളവർ 20 സീറ്റും നേടിയിട്ടുണ്ട്. എൻ ഡി എയെ സംബന്ധിച്ച് അവർ സർക്കാർ ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയും അത്തരത്തിലൊരു ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അവകാശവാദം, കേന്ദ്ര സർക്കാർ മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് അവരും കാണുന്നത്. ഇത് ഒരു അന്തിമമായ ഒരു ഫിഗർ കണക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇലക്ഷൻ കമ്മീഷൻ അന്തിമമായി ഈ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ വരുന്ന ലീഡ് നിലകൾ കണക്കാക്കിയിട്ടാണ് എൻ ഡി എക്കുള്ള മുന്നേറ്റം നമ്മളിപ്പോൾ കാണുന്നത്. ഇന്ത്യ മുന്നണിയും അതനുസരിച്ചുള്ള മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആരാണ് അന്തിമമായി ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് കിടക്കുക എന്നത് ഒരു ചോദ്യചിഹ്നമായി ഇപ്പോഴും നിൽക്കുകയാണ്. എൻ ഡി എക്ക് ചില മുന്നോക്കം ആ കാര്യത്തിൽ കാണുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ ദേശീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഒരു തിരിച്ചടി ഇവിടെ നേരിട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. കാരണം അവർ വിചാരിച്ചത്ര സീറ്റിലേക്ക്, കക്ഷി നിലയിലേക്ക് അവർക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. എൻ ഡി എ മുന്നണിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് വലിയ നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. മികച്ച സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഒരു മികച്ച നീക്കം നടത്താൻ ഇന്ത്യ മുന്നണിക്ക് ഒരു കെട്ടുറപ്പുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ കൂട്ടുകെട്ട് ഒരു സർക്കാരിൽ എത്തിച്ചേരുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണേണ്ടതുണ്ട്. കേരളത്തിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, കേരളത്തിൽ എൽ ഡി എഫ് ഒരു സീറ്റിൽ മാത്രമാണ് ഇപ്പോൾ മുന്നേറി നിൽക്കുന്നത്. ആലത്തൂരിൽ മാത്രമാണ്, കെ രാധാകൃഷ്ണൻ മാത്രമാണ് അവിടെ 18,968 ഭൂരിപക്ഷം അദ്ദേഹം നൽകുന്നുണ്ട്. അത്തരത്തിൽ എൽ ഡി എഫ് നിൽക്കുന്നു. എൻ ഡി എ വളരെ ശക്തമായ ഒരു സാന്നിധ്യം കേരളത്തിൽ ഉറപ്പിക്കുന്നു എന്നുള്ളതാണ്. താമര വിരിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. തൃശ്ശൂരിൽ സുരേഷ് ഗോപി മികച്ച ഭൂരിപക്ഷത്തിൽ നിൽക്കുകയാണ്. ഔദ്യോഗിക ഫലപ്രഖ്യാപനം മാത്രം ഇനിയും വന്നാൽ മതി എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ, വലിയ ശക്തനായ എതിരാളി സിറ്റിംഗ് എം പിയുമായ ശശി തരൂരിനെ മറികടന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവർ രണ്ടുപേരും കേരളത്തിൽ നിന്നും എൻ ഡി എ സ്ഥാനാർത്ഥികളായി, ബി ജെ പി സ്ഥാനാർത്ഥികളായി എത്തും എന്നുള്ളതാണ്. 11,950 വോട്ടിനാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നിൽ നിൽക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, നമുക്ക് എന്തായാലും നമ്മുടെ ബ്യൂറോകളിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളിലേക്ക് ഇപ്പോൾ